കൊമേഴ്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ട കരിയർ സാധ്യതകളാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളും ഇന്നത്തെ കാലത്ത് ചൂസ് ചെയ്യപ്പെടുന്ന ഒരു മേഖല കൊമേഴ്സ് മേഖലയാണ്. അതിന് കാരണം പലപ്പോഴും അന്വേഷിക്കുമ്പോൾ മനസ്സിലാകാറുള്ളത് മാത്തമാറ്റിക്സിനോടുള്ള പേടി അല്ലെങ്കിൽ സയൻസിനോടുള്ള പേടിയാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ കൊമേഴ്സ് ചൂസ് ചെയ്യുന്നതിലേക്ക് വരാറുള്ളത്. എന്നാൽ കൊമേഴ്സിലുള്ള സാധ്യതകൾ പറയുമ്പോൾ പല കുട്ടികളും വിദേശത്തേക്കുള്ള യാത്രകളെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് അറിയുകയും അതിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് കൊമേഴ്സ് എടുക്കാറുള്ളത്. കൊമേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് കുട്ടികൾ കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു, ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് CA എടുക്കണം അല്ലെങ്കിൽ CMAക്ക് പോകണം എന്നുള്ളതാണ്. അവ എന്തുകൊണ്ട് CMA എടുക്കുന്നു, എന്തുകൊണ്ട് CA ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറുപടി. CA എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിന് പോകേണ്ട, സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സിന് പോയിട്ടില്ലെങ്കിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CA അല്ലെങ്കിൽ CMA എന്നുള്ളതാണ് അതിന് കുട്ടികൾ പറഞ്ഞിട്ടുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അന്വേഷിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ CA എടുത്ത കുട്ടികളും CMA എടുത്ത കുട്ടികളും അത് പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനെ നടക്കുന്നൊരു സാഹചര്യം നമ്മൾ നിരന്തരമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ CA, CMA, ACCA തുടങ്ങിയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ആ പ്രൊഫഷണൽ കോഴ്സിനെ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ എടുക്കാൻ പറ്റുകയാണെങ്കിലാണ് നമുക്ക് ഇത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. എല്ലാ കുട്ടികളും ഒരു പ്ലാൻ B എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടാണ് CA, CMA ചൂസ് ചെയ്യാറുള്ളത്. എനിക്ക് പറയാനുള്ളത്, കൊമേഴ്സിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ CA, CMA, ACCA പോലെയുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്ലാൻ Bയെക്കുറിച്ച് ആലോചിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രമേ അവർക്കൊരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുക എപ്പോഴും നിങ്ങൾ CA തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ചോദ്യം വരാം, എന്തുകൊണ്ട് CMA എടുത്തുകൂടാ എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് മാത്രം ജോലി ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം CA ചൂസ് ചെയ്യാം അല്ലെങ്കിൽ CMA ചൂസ് ചെയ്യാം, ഏതും ചൂസ് ചെയ്യാൻ പ്രശ്നമില്ല. കാരണം അവർക്ക് അവിടെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതല്ല, കുറച്ചു കാലം വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് CMA എടുത്തു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്, ACC എടുത്തു കഴിഞ്ഞാലും സാധ്യത കുറവാണ്. അവൻ എന്ത് ചെയ്യണം, CA എന്ന് പറയുന്ന ലെവലിലേക്ക് തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്ത്യയിൽ വിശാലമായിട്ടുള്ള ജോലി സാധ്യത അവന് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സുകളെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഇത്രയും വർഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സംവിധാനം പാടെ എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയൊരു രീതിയിലാണ് ഇനിയുള്ള CA നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. CA മാത്രമല്ല, CS-ലാണെങ്കിലും ഇതുപോലെയുള്ള സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മൾ CA എടുക്കുന്ന സമയത്ത് CAയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് +2 കഴിഞ്ഞിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, CA ഫൗണ്ടേഷനിലേക്ക് വരാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഡിഗ്രി 60% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് CA ഇൻ്ററിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യതയായിട്ടുണ്ടായിരുന്നത്. CA എന്ന് പറയുന്ന രീതിയിൽ പുതിയ മാറ്റങ്ങൾ നമുക്ക് ശരി കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന CAയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് CA കൃത്യമായിട്ട് മാറി എന്നുള്ളതാണ്. ആദ്യത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CA ഫൗണ്ടേഷൻ കഴിയുന്നൊരു കുട്ടി അല്ലെങ്കിൽ അതിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് +2 കഴിഞ്ഞതിന് ശേഷം കുട്ടി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം
മിനിമം 4 മാസം പഠനത്തിന് ശേഷം മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എക്സാമിനേഷൻ എഴുതാൻ കഴിയൂ എന്നുള്ളതാണ്. മുൻപ് 6 മാസം എന്ന് പറയുന്ന ഒരു പീരീഡായിരുന്നു രജിസ്ട്രേഷന് ശേഷം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നെന്ത് ചെയ്യാം, രജിസ്ട്രേഷന് ശേഷം 4 മാസത്തെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, CA എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെ ഫൗണ്ടേഷൻ എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്ററിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇൻ്ററിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുള്ള പീരീഡ് എന്ന് പറയുന്നത് 8 മാസമാണ്. ഇൻ്ററിന് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം 8 മാസം കഴിഞ്ഞിട്ട് മാത്രമേ കുട്ടിക്ക് ഇൻ്ററിൻ്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആ ഇൻ്ററിൻ്റെ എക്സാം എഴുതുന്നിടത്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത്, മുൻപത്തെ കാലത്ത് 4 പേപ്പറുകൾ വീതമുള്ള 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 3 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പുകളാണ് നമുക്ക് CAക്ക് കാണാൻ പറ്റുക. ഗ്രൂപ്പ് 1 3 പേപ്പറാണ്, ഗ്രൂപ്പ് 2 എന്താണ് 3 പേപ്പറുകൾ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസമാണ്, സന്തോഷമാണ്. CAക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പറിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ പേപ്പറിൻ്റെ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, കണ്ടൻറ്റിൻ്റെ ഡെപ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒഴിവാക്കിയ പേപ്പറിൻ്റെ കണ്ടൻറ്റുകൾ മറ്റ് 2 പേപ്പറുകളിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് പേപ്പറിൻ്റെ എണ്ണം കുറച്ചു, കണ്ടൻറ്റ് അതേപോലെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടൻറ്റ് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഫൈനലിൻ്റെ പേപ്പറിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെയുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഫൈനലിൻ്റെ സമയത്തും 4 പേപ്പറുള്ളത് 3 പേപ്പറിലേക്ക് ചുരുക്കി, ഗ്രൂപ്പ് 2 3 പേപ്പറിലേക്ക് ചുരുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് എഴുതുന്ന സമയത്ത് 8 മാസം കഴിഞ്ഞിട്ടാണ് ഇൻ്റർമീഡിയറ്റ് എഴുതാൻ പറ്റുക. ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുട്ടികൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾഷിപ്പിന് പങ്കെടുക്കണം എന്നുള്ളതാണ്. ആർട്ടിക്കിൾഷിപ്പിലാണ് വലിയ മാറ്റം വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾഷിപ്പിൽ വലിയ മാറ്റം എന്ന് പറയുന്നത് 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതിന് പകരം ഇപ്പം എന്ത് മതി, 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്താൽ മാത്രം മതി. പക്ഷേ എന്തിൽ മാറ്റില്ല, 3 വർഷമെന്ന് പറയുന്നത് ആദ്യം ഈ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് ഫൈനൽ എഴുതാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞിട്ട് 1 വർഷം അല്ലെങ്കിൽ 12 മാസം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇവിടുത്തെ 1 വർഷം എടുത്തിട്ട് അവസാനത്തേക്ക് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് വരുത്തിയിട്ടുള്ള മാറ്റം. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് 2 വർഷമാണ്. ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് മാത്രമേ എക്സാമിനേഷൻ ഫൈനൽ എഴുതാൻ കഴിയുള്ളൂ. മുൻപ് അങ്ങനെയല്ലായിരുന്നു. മുൻപ് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, എക്സാമിനേഷൻ എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു, ആർട്ടിക്കിൾഷിപ്പിന് ശേഷവും 6 മാസത്തെ പഠന പീരീഡ് എന്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് CAയിൽ രണ്ടാമത് വന്നുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് വേണം, 12 മാസം അല്ലെങ്കിൽ 1 വർഷം എന്ത് ചെയ്യണം നമ്മൾ, അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒറ്റ തവണ കൊണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 42 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, CA കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കൃത്യമായിട്ട് എല്ലാം അറ്റ് എ ടൈം ഫസ്റ്റ് ടൈമിൽ ക്ലിയർ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതിൽ വലിയ മാറ്റം വന്നുള്ള രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ CAയിൽ നമ്മൾ എഴുതിയ ആളുകൾക്കറിയാം, അവിടെ ഒരു പേപ്പറിൽ എക്സംഷൻ കിട്ടുന്നൊരു പരിപാടിയുണ്ട്. ഇത്ര ശതമാനം മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ എക്സംഷൻ കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംവിധാനമായിരുന്നു. ഇവിടെ പണ്ട് കാലങ്ങളിൽ 2 പേപ്പറിലാണ് ഒരു ഗ്രൂപ്പിൽ നമുക്ക് എക്സെപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 2 പേപ്പർ 60% മുകളിലൊരു പേപ്പറിൽ പാസ്സായി കഴിഞ്ഞാൽ ആ പേപ്പർ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എഴുതേണ്ടതില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സെപ്ഷനോട് കൂടി എഴുതാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്നുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്ക് എക്സെപ്ഷന് പകരം നമ്മളൊരു പേപ്പർ 60% പാസ്സായി കഴിഞ്ഞാൽ ആ പേപ്പർ പാസ്സായി നമ്മളത് എഴുതേണ്ടതില്ല. പക്ഷെ അവിടെ കൃത്യമായ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഇത്ര സമയത്തിനകം എന്ത് ചെയ്യണം, ഈ ബാക്കി പേപ്പറുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുട്ടി എന്ത് ചെയ്യണം, രണ്ടാമത് വീണ്ടും
ഫസ്റ്റ് ടൈമിലേതുപോലെ തന്നെ രജിസ്ട്രേഷൻ വീണ്ടും ഇൻ്ററിലേക്ക് ചെയ്യണം, എന്നിട്ട് വീണ്ടും എക്സാമിനേഷൻ എഴുതിയിട്ട് വരണം എന്നുള്ളതാണ്. ആ എക്സംഷൻ എന്ന് പറയുന്നത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, അറ്റ് എ ടൈം എഴുതി കഴിഞ്ഞാൽ എക്സംഷൻ ഫുള്ളായിട്ട് കിട്ടും. പക്ഷേ ഇത്ര പീരീഡിനകം ബാക്കിയുള്ള പേപ്പറുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് സി എയിൽ വന്നിട്ടുള്ള വലിയ മാറ്റമാണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഇത്രയാണ് സി എയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സി എ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സി എം എ ആണ്. സി എം എയും ഇതുപോലെ തന്നെ ഉള്ള ഒരു രീതി തന്നെയാണ് സി എം എയിൽ ഫോളോ ചെയ്യുന്നത്. സി എം എ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സി എം എ ഇന്ത്യയുണ്ട്, സി എം എ യു എസ് എയും ഉണ്ട്. പണ്ട് കാലങ്ങളിൽ സി എം എ ഇന്ത്യ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സി എം എ യു എസ് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അന്നത്തെ കാലത്തിൽ എംഒയു അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ എംഒയു നിലവിലില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് സി എം എ ഇന്ത്യ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സി എം എ യു എസിന് ഒരു ഓപ്ഷൻസ് കിട്ടും, അല്ലെങ്കിൽ ഇളവ് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ നിലവിലില്ല. സി എം എ ഇന്ത്യ എടുക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ സി എം എ ഇന്ത്യ തന്നെ എടുക്കണം. സി എം എ യു എസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സി എം എ യു എസ് എടുക്കണം എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക സി എം എ യു എസ് ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉഡായിപ്പിലൂടെ പാസ്സാകാൻ പറ്റുമെന്നുള്ളതാണ് സി എം എ യു എസ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ കൂടുതലുള്ള സി എം എ എന്ന് പറയുന്നത് സി എം എ ഇന്ത്യ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, വിദേശത്ത് എവിടെ പോകുകയാണെങ്കിലും വലിയ സാധ്യതയുള്ളൊരു കോഴ്സായിട്ട് സി എം എ ഇന്ത്യ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള എല്ലാ മാറ്റങ്ങളും എവിടെയും വന്നിട്ടുണ്ട്, സി എം എയിൽ വന്നിട്ടുണ്ട്, സി എസിലും വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിൽ നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചായിരിക്കും. എവിടെ നോക്കിയാലും ഒരുപാട് ഏജൻറ്റ് എന്ന് പറയുന്ന കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ് എൻറോൾ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യതയോട് കൂടെ തന്നെ ഇതിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ സാധ്യത ഇല്ലാതെ മാറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മുന്നിൽ കാണണം എന്നുള്ളതാണ് എൻറോൾമെൻറ്റ് ഏജൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡ് കാണുമ്പം ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഓടാറുണ്ട്. ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഓടുമ്പം ആ ട്രെൻഡ് ചിലപ്പോൾ കുറച്ച് കാലം മാത്രമായിരിക്കും നിലനിൽക്കുക. ആ ട്രെൻഡ് അങ്ങനെ കുറച്ച് കാലം മാത്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ആ ട്രെൻഡ് കഴിഞ്ഞാൽ നമുക്ക് ആ സാധ്യത വളരെ കുറവായിട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ബേസിക് ലെവല് എക്യുപ്ഡ് ആയതിനു ശേഷം നമ്മൾ എൻറോൾ ഏജൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻറോൾ ഏജൻറ്റിലേക്ക് മാറാൻ പറ്റും, ഡിഗ്രി കഴിഞ്ഞാലും മാറാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഒരു ഡിഗ്രി ബികോം ഒക്കെ എടുത്തതിന് ശേഷം എൻറോൾ ഏജൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എൻറോൾ ഏജൻറ്റായിട്ട് നമുക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ജോലി സാധ്യതയുണ്ട്, വിശാലമായിട്ടുള്ള സാധ്യതയുള്ളൊരു മേഖലയാണ് എൻറോൾ ഏജൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രെൻഡ് നിലനിൽക്കുന്ന കാലം എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതെന്ത് ചെയ്യും, അതുപോലെ തന്നെ ഡീഗ്രേഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ മേഖലയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്ന ആളുകൾ നിലവിൽ എന്ത് ചെയ്യണം, സി എ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അത് എല്ലാ കാലത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, എല്ലാ കാലത്തും വിശാലമായുള്ള സാധ്യത ഉണ്ടാവും. ആ സാധ്യത നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിയുമെന്നുള്ളതാണ്. ഇനി പ്രൊഫഷണൽ കോഴ്സൊന്നും അല്ലാതെ കൊമേഴ്സ് കഴിഞ്ഞതിന് ശേഷം ബികോം മേഖലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ബാക്കി സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ടീച്ചിങ്ങിലേക്ക് ഡയറക്റ്റ് ബികോം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബി എഡ് എടുക്കാൻ പറ്റും. പക്ഷേ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എം കോം കഴിഞ്ഞാൽ പി ജി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബി എഡിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് കൊമേഴ്സിലെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ബി കോം കഴിഞ്ഞാൽ 2 വർഷവും കൂടി എം കോം എടുക്കണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബി എഡിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ഒരു ജോബ് ഫെയറിൽ പങ്കെടുത്തു. ഗവൺമെൻറ് നടത്തുന്ന ജോബ് ഫെയർ ആയിരുന്നു. അവിടെ ക്ലാസിക് HR സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ കൂടെ അവിടെ റിക്രൂട്ടിംഗ് ടീമിൽ അംഗമായിട്ടാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് കൊമേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് ആവശ്യമുള്ള ആളുകളായിരുന്നു അവർ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയത് വെറും 10-ൽ താഴെ ആളുകളെ മാത്രമാണ് അന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, എല്ലാവരുടെ കയ്യിലും ബികോം ഉണ്ട്, പക്ഷേ ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമായുള്ള ഒരു സ്കില്ലും ഈ കുട്ടിയുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഒരു സ്കില്ലും ഇല്ല. കൊമേഴ്സ് ഉണ്ട്, ബികോം ഉണ്ട്, ബികോം കഴിഞ്ഞ ഒരാളാണ്, എനിക്ക് അക്കൗണ്ടൻ്റ് ആവണമെന്ന ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ കമ്പനിക്ക് എടുക്കാൻ അല്ലെങ്കിൽ കമ്പനിക്ക് ചൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ ആ കുട്ടിയുടെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ്.
ഈ പ്രയാസം ഒരുവിധം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ ഡിഗ്രി സംവിധാനം വരുന്നതോടുകൂടി. നമുക്കറിയാം ഈ വർഷം മുതൽ 4 വർഷമാണ് ഡിഗ്രിയിലേക്ക് വന്നിട്ടുള്ളത്. 4ാമത്തെ വർഷം ഫുള്ളി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് മാറുകയാണ് എന്ന് പറയുമ്പോൾ ആ സ്കിൽ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സാധ്യത തുറക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ എന്നാലും ഇപ്പോൾ BCom ഒക്കെ ചെയ്ത് കഴിയുന്ന കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ടാലി പഠിക്കണം, GST ഫയലിംഗ് പഠിക്കണം, ഇൻകം ടാക്സ് പഠിക്കണം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഏത് രാജ്യമാണോ ചൂസ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ടാക്സ് സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം നടത്തിയാൽ മാത്രമേ, അതിൽ സ്കിൽഡ് ആണെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ജോലി സാധ്യതയുള്ളൂ എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, BCom കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ BCom പഠിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, ടാലിയും GST ഫയലിംഗ്, ഇൻകം ടാക്സ് ഫയലിംഗ് അതിനോട് കൂടെ തന്നെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ആ കുട്ടിയോട് ചോദിച്ച സമയത്ത് രസകരമായിട്ട് കുട്ടി പറഞ്ഞു, GST ഫയലിംഗ് വളരെ സിമ്പിൾ അല്ലേ, എന്ത് ചെയ്യുക, ടാലിന്ന് CSV ഫയൽ ഡൗൺലോഡ് ചെയ്യുക, CSV ഫയൽ അപ്ലോഡ് ചെയ്യുക, കഴിഞ്ഞെന്ന് പറയാം. പക്ഷേ അത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ കാണാൻ പറ്റുക. ചിലപ്പോൾ അവിടെ മാച്ചായി ഉണ്ടാവില്ല, ഇവിടെ GST എൻ്റർ ചെയ്ത മാച്ചായി ഉണ്ടാവില്ല, ചിലപ്പോൾ വന്നതായിരിക്കില്ല, കയറിയിട്ടുണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അറിയുന്ന ഒരാളെ കൂടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുകയും ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്കില്ല് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊമേഴ്സിൽ അക്കൗണ്ട്സ് രംഗത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ഇനി കൊമേഴ്സ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, സയൻസ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ വിശാലമായിട്ടുള്ള ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ആകെ അറിയാം കേരള PSC മാത്രം അറിയാം, ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെ കുറിച്ച് നമുക്കറിയില്ല. ഇന്ത്യയിൽ 49 ബോർഡുകളുണ്ട്, കേരളത്തിലുണ്ട് 49 ബോർഡുകൾ, വ്യത്യസ്തമായിട്ടുള്ള ബോർഡുകൾ കാണാൻ പറ്റും. ബോർഡുകൾ എന്ന് പറയുമ്പം ഖാദി ബോർഡ് ഒരു ബോർഡാണ്, വഖഫ് ബോർഡ് മറ്റൊരു ബോർഡാണ്, ദേവസ്വം ബോർഡ് മറ്റൊരു ബോർഡാണ്. ഇങ്ങനെയുള്ള 49 ബോർഡുകൾ നിലവിൽ കേരളത്തിലുണ്ട്. 112 കമ്പനികൾ, കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കമ്പനികൾ 112 ഉണ്ട്. ഈ കമ്പനികളിലേക്കും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഈ 49 ബോർഡിലേക്കും പരീക്ഷ നടത്തിയ കേരള PSC അല്ല. ഈ കമ്പനികളിലേക്കൊക്കെ എക്സാമിനേഷൻ നടക്കുക അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുക സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നടക്കാറുള്ളത്. ഇവിടേക്കൊക്കെ ഒരു യോഗ്യത പലപ്പോഴും വിളിക്കുന്ന പോസ്റ്റുകളിലൊക്കെ കാണാറുള്ളത് ഡിഗ്രി BCom കഴിഞ്ഞ ആളുകളെയാണ് ഈ സ്ഥലങ്ങളിലേക്കെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് കാണാറുള്ളത്. പലപ്പോഴും ഇതിനെ അപേക്ഷിക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം കേരള ഹൈക്കോടതിയിലേക്ക് അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. അതിന് ഡിഗ്രിയാണ് യോഗ്യത ഉള്ളത്, ഇംഗ്ലീഷ് ആണ് കൂടുതലായിട്ട് അറിയേണ്ടത്. അവിടെ എന്ത് എക്സാമിനേഷനിൽ എന്താ ഉണ്ടാവുക, നമ്മൾ സാധാരണ PSCക്ക് പഠിക്കുന്ന പോലെ GK പഠിക്കേണ്ട, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഗതികളൊന്നും പഠിക്കേണ്ട. ഇംഗ്ലീഷിൽ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് നമുക്കൊരു എസ്സേ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് ജോബിന് കയറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഈ 49 ബോർഡുകളിലുണ്ട്, 112 കമ്പനികളിലുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, 112 കമ്പനികൾ ഏതാണെന്നുള്ള 49 ബോർഡുകൾ എന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. അത് സ്വയം കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ സ്വയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതോട് കൂടെ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ്, നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്വയം നിങ്ങൾ അന്വേഷിക്കുക. 1-2 ബോർഡുകളുടെ പേര് പറഞ്ഞെന്നാണ് പറഞ്ഞുള്ളത്. 1-2 ബോർഡുകളുടെ പേര് പറഞ്ഞാൽ, 1 കേരള ഹൈക്കോടതി തന്നെയാണ്, 2 ഖാദി ബോർഡാണ്, 3 കേരള വഖഫ് ബോർഡാണ്, 4 ദേവസ്വം ബോർഡാണ്, പിന്നെ സിൽക്ക് ബോർഡുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് 49 ബോർഡുകൾ നിലവിലുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ തന്നെ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് പറയുമ്പോൾ ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള ഒന്ന് UPSC ആണ്. നമുക്കറിയാം സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന ഏജൻസിയാണ് UPSC ആണ് ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ളത് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തും. ഒന്ന് CHSL എക്സാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, +2 ലെവലിലുള്ള പരീക്ഷകൾ. അതിന് മുകളിലത് CGL എക്സാമിനേഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റും. അതായത് സെൻട്രൽ സർവീസിലുള്ള ഡിഗ്രി യോഗ്യതയുള്ള മുഴുവൻ പോസ്റ്റുകളും ഫില്ല് ചെയ്യുക ഈ ഒരൊറ്റ CGL എക്സാമിനേഷൻ വഴിയാണ്.
അതായത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ടീമുണ്ട്, സ്വർണം പിടിക്കുന്ന ടീം, സ്വർണം പിടിക്കുന്ന ഒരു ടീമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കസ്റ്റംസ് ഓഫീസർ. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്ന ഡിഗ്രിയാണ്. അതിന് എഴുതേണ്ട എക്സാം CGL എക്സാമിനേഷനാണ്. മൂന്നാമത്തേത് MTS എക്സാമിനേഷൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയും. 10ാം ക്ലാസ് യോഗ്യതയുള്ള മുഴുവൻ പോസ്റ്റുകളും ഫില്ല് ചെയ്യുക ഈ MTS എക്സാമിനേഷൻ ബേസ്ഡാണ്. അതിന് നേരെ താഴെയുള്ളത് നമുക്ക് റെയിൽവേ ബോഡികൾ പറയാൻ പറ്റും. റെയിൽവേയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഈ വർഷം. ഈ വർഷം എന്ന് പറയുന്നത് റെയിൽവേയുടെ സുവർണ്ണ വർഷമാണ്. കാരണം അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ വിളിച്ചു, റെയിൽവേയുടെ RPF SI വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ RPFലെ തന്നെ സാധാ ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഇനി അതിന് തൊട്ട് ബാക്കിലായിട്ട് ഗ്രൂപ്പ് D വിളിക്കാൻ പോകണം, NTPC വിളിക്കാൻ പോകണം. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ റെയിൽവേ അവസാനമായിട്ട് വിളിച്ചത് 2019. അതിനുശേഷം ഈ വർഷമാണ് റെയിൽവേ ഇത്രയും പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം റെയിൽവേയുടെ സുവർണ്ണ വർഷം റെയിൽവേ ഉപയോഗപ്പെടുത്താൻ പറ്റും. റെയിൽവേയുടെ താഴെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ കേരള PSC എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് പോസ്റ്റുകൾ ഒരു വർഷം ഫില്ല് ചെയ്യുന്ന ഏജൻസിയാണ് കേരള PSC എന്ന് പറയുന്ന ബോർഡ്. അപ്പോൾ ആലോചിച്ചാൽ മതി, കേരള PSC ഒരു വർഷം എത്ര പോസ്റ്റ് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ഏറ്റവും കുറവ് ഫില്ല് ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ബോഡിയാണ് ശരിക്കും കേരള PSC. ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ കൂടുതലാണ് ഓരോ വർഷവും നടന്ന റിക്രൂട്ട്മെൻറ്റ് മനസ്സിലാക്കുക. ബാക്കിയുള്ള എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസിയും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇതോടുകൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 49 ബോർഡുകൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്, കേരളത്തിലുണ്ട്. 112 കമ്പനികൾ കേരളത്തിലുണ്ട്, 400 സംതിങ് കമ്പനികൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ആ കമ്പനികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഇതുപോലെ നടക്കാറുണ്ട്.